ബുദ്ധനെ വെച്ചിട്ട് ഒരു ഫെയറി ഗാർഡൻ 2 രീതിയിൽ ചെയ്തിരിക്കുന്നതാണ് ട്ടോ ഈ വീഡിയോ. അപ്പോൾ അതിന് എന്തൊക്കെയാണ് ആവശ്യമായിട്ട് എടുത്തിരിക്കുന്നതെന്ന് പറയാം. ഞാൻ ആദ്യം ഒരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ ഫില്ല് ചെയ്യാനായിട്ട് കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട്. ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. മണ്ണ് മാത്രമല്ല മറ്റെന്തെങ്കിലും വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ കുറച്ച് പെബിൾസ് എടുത്തിട്ടുണ്ട്. 2 ടൈപ്പ് പെബിൾസ് ഉണ്ട്. അതുപോലെ ബുദ്ധൻ്റെ ഒരു കുഞ്ഞു സ്റ്റാച്ചു ഉണ്ട്. പിന്നെ ഒരു ക്രോട്ടൺ പ്ലാന്റിൻ്റെ ഒരു പീസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു മരത്തിൻ്റെ ഷേപ്പ് കിട്ടുന്ന രീതിയിലുള്ള ഒരു കൊമ്പെടുക്കാൻ ശ്രമിക്കുക. അതായിരിക്കും കൂടുതൽ ആപ്റ്റായിട്ടുള്ളത്. ആൽമരം തന്നെയാണെങ്കിൽ ഒരു മിനിയേച്ചർ ആൽമരം കിട്ടുമെങ്കിൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് കേട്ടോ. അപ്പോൾ എനിക്ക് വലിയ ലീഫിൻ്റെ ആൽമരമാണ് കിട്ടിയത്. അപ്പോൾ അത് സ്യൂട്ടാവാത്ത കാരണമാണ് ഞാൻ ക്രോട്ടൺ പ്ലാന്റ് വെച്ചിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇത് മണ്ണ് ഉറപ്പിച്ച് ഒരു സൈഡിൽ ഇത് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ചുറ്റിനും ഒരു ഉരുളൻകല്ല് വെച്ചിട്ട് ഒരു മല പോലെ നമുക്കൊരു നാച്ചുറാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ടൊരു പരന്ന രീതിയിൽ സ്റ്റാച്ചു വെക്കാൻ രീതിയിൽ ഒരു പെബിളും കൂടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചുറ്റും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മറ്റ് കല്ലുകൾ വെച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഡെക്കോർ പീസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിന് പകരം നമുക്ക് സക്കുലൻ പ്ലാന്റുകൾ കിട്ടുമെങ്കിൽ സക്കുലൻ പ്ലാന്റും ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ മിനിയേച്ചർ ഫെയറി ഗാർഡൻ ഉണ്ടാക്കാവുന്നതാണ്. ഇതാണ് മറ്റൊരു രീതിയിൽ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറൊക്കെ ചെയ്യണേ. താങ്ക്